ഒരു അപ്ഡേഷൻ ചോദിക്കട്ടെ, പെൻസ് സിനിമയുടെ നിലവിലുള്ള ഇതിനൊരു 35 ദിവസം വരെ ഷൂട്ടുണ്ട്. ഇപ്പൊ ഞാൻ ബെത്ലഹേം എന്ന് പറഞ്ഞ സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ആയിരിക്കും നമ്മൾ ഷൂട്ട്. റോളക്സ് പോലെ ഒരു കൊടൂരമായ വില്ലനെ നമുക്ക് കാണാൻ പറ്റും. അയ്യോ, ഒന്നും കമ്പയർ ഒന്നും ചെയ്യണ്ടേ. ഇതിനകത്തൊരു വില്ലൻ ക്യാരക്ടറാണ്. റോളക്സ് പോലെ ഒന്നും പറയാൻ പറ്റില്ല. ഞാനും എക്സൈറ്റഡ് ആണ്. അങ്ങനത്തെ ഒരു വേൾഡിൽ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യത്തിൽ എക്സൈറ്റഡ് ആണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രൊജക്റ്റാണ് സൂപ്പർ ഹീറോ മൂവി അനൗൺസ് അതിന്റെ പിച്ചിങ് നടക്കുന്നു. അത് ബഡ്ജറ്റ് ഇത്തിരി ഹൈ ആയതുകൊണ്ട് ഉള്ള ഡിലേ ആണ്. അതിന്റെ പിച്ചിങ് നടക്കാം. പ്രൊഫഷണൽസ് ആയിട്ടുള്ള ടോക്സ് ആണ്. ബോബിച്ചേട്ടാ അല്ല സോറി സഞ്ജയ് ചേട്ടൻ ആൾക്ക് നിവിൻ പോളി എന്നൊരു ആക്ടറും അല്ലെങ്കിൽ അവരെത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കിയ ഒരു സമയം കൂടെയാണ്. കാരണം ഫാമിലീസ് ഒരുപാട് തിയേറ്ററിലേക്ക് വരുന്നു, ഹോൾ ഇൻഡസ്ട്രി അത് സെലിബ്രേറ്റ് ചെയ്യുന്നു. അപ്പം തിയേറ്ററിൽ വന്നിട്ട് ഞങ്ങൾക്കൊരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു, ഇനി ആളുകൾക്ക് ഇഷ്ടമുള്ള സിനിമയായിരിക്കും ചെയ്യുക എന്നുള്ളത്. ശരിക്കും ആ റിയലൈസേഷൻ ഭയങ്കരമായിട്ട് മനസ്സിലായോ, ആളുകൾക്ക് ഇത്രത്തോളം ഇഷ്ടമാണെന്നുള്ളത്? അത് എന്താ പറയുക, അതിൻ്റെ ഒരു ഗ്ലിംസ് കിട്ടിയത് വർഷങ്ങൾക്ക് ശേഷം സിനിമ ഇറങ്ങിയപ്പോഴാണ്. പക്ഷെ സർവമായി ഇറങ്ങിയപ്പോൾ അതൊരു ഭയങ്കരമായിട്ട് ആൾക്കാരത് ഓൺലൈനിൽ എഴുതുകയും സംസാരിക്കുകയും ചെയ്തപ്പോൾ അതൊരു ഇമോഷണലി ഭയങ്കര ഇതായിപ്പോയി, ഇൻസിഡൻ്റ് ആയിപ്പോയി. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് സിനിമകൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കാം എന്നുള്ളതാണ്. പക്ഷെ അത് നല്ല കഥ വരണം, നല്ല സ്ക്രിപ്റ്റും നല്ല ടീമെല്ലാം വരണം. അങ്ങനെ സംഭവിക്കട്ടെ. അങ്ങനെ വിജയവും പരാജയവും നമ്മൾ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. അപ്പോൾ നമ്മൾ എത്ര അടിപൊളി ടീമാണെങ്കിൽ ആ സിനിമ തിയേറ്ററിൽ വേണമെങ്കിൽ പരാജയപ്പെടാറും അത് പ്രേക്ഷകർ തീരുമാനിക്കുന്ന കാര്യമാണ്. നമുക്ക് കണക്ട് ആവുന്ന സിനിമകൾ ചെയ്യുക, അതൊരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ള ഫ്രണ്ടിൽ വെച്ചിട്ട് എൻ്റർടൈൻമെൻറ്റ് മാറ്റർ ഫ്രണ്ടിൽ വെച്ചിട്ട് സിനിമകൾ ചെയ്യാന്നുള്ളതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അങ്ങനൊരു ചർച്ച നടക്കുന്നുണ്ട്, ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നോർമലി ഇപ്പോൾ ട്രാഫിക്കിന്റെ സിനിമ എടുക്കുമ്പോൾ ഏറ്റവും അവസാനം വന്നിട്ടൊരു സ്പീഡ് പേടിയുണ്ടോ എന്ന് ചോദിച്ചിട്ട് പോകുന്ന അതേ ടീമുമായിട്ട് ഇന്ന് കൊളാബ് ചെയ്തിട്ട് ഇങ്ങനെ സിനിമ വരും. അതും നമുക്ക് ട്രെയിലർ കാണുമ്പോൾ ട്രാഫിക്കിന്റെ പഴയ റിസംബ്ലൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ഇങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്യേണ്ട സമയത്ത് മൈൻഡ് അത് പോയിരുന്നത് ട്രാഫിക്കായിട്ട് ആളുകൾ കമ്പയർ ചെയ്യുമോ ഇങ്ങനെ പോയിരുന്നു? അത് രണ്ടും ഒരേ പാത്തിൽ സഞ്ചരിക്കുന്ന സിനിമയാണ്. ട്രാഫിക് ആണെങ്കിലും ബേബികളാണെങ്കിലും. പക്ഷെ ട്രാഫിക് പോലത്തെ സിനിമയല്ല ബേബികൾ. ട്രാഫിക് കുറച്ചും കൂടി ബിഗ് സ്കെയിൽ, വെല്ലി ഇൻറ്റൻസ് അങ്ങനത്തെ വേറൊരു സിനിമയാണ്. ബേബികൾ സെയിം പാത്തിലാണ്, പക്ഷെ നമുക്ക് ട്രാഫിക്കായിട്ട് കമ്പയർ ചെയ്യേണ്ടതാണ്. ബേബികൾ എന്ന് പറഞ്ഞൊരു സിനിമയായിട്ട് തന്നെ നിലനിർത്താം. പക്ഷെ ആ ഒരു മൂഡായിരിക്കും സിനിമ എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്.